ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. മത്തായി 5-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലെ ഉപ്പിനെ കുറിച്ച് വീണ്ടും ഒരു വിചാരം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. നമ്മൾ എല്ലാവരോടുമായി കർത്താവ് പറഞ്ഞതാണ് ഇത്. ഞാനും നീയുമൊക്കെ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന്. ഉപ്പിന് ചില ഗുണങ്ങളുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. ഉപ്പിന് വെണ്മയും വിശുദ്ധിയുമുണ്ട്. ഉപ്പിൻ്റെ വെണ്മയാർന്ന നിറവും അതിൻ്റെ ചാരുതയുള്ളതായ ഘടനയും ഏതൊരാളെയും ആകർഷിക്കുന്നു എന്നുള്ളത് സത്യമാണ്. റോമാക്കാർ ഉപ്പിനെ കുറിച്ച് പറഞ്ഞത് ഏറ്റവും വെടിപ്പാർന്ന വസ്തു എന്നാണ്. യഹൂദന്മാർ യാഗമർപ്പിക്കുമ്പോൾ ഉപ്പ് അവിഭാജ്യ ഘടകം ആയിരുന്നു. കാരണം ഉപ്പിന് വിശുദ്ധിയുണ്ട്, വെണ്മയുണ്ട്, നൈർമല്യമുണ്ട്. ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ഏറ്റവും വിശുദ്ധമായത് സമർപ്പിക്കണമെന്ന് അതിനൊരർത്ഥം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഞാനും നിങ്ങളുമൊക്കെ ഉപ്പിനെ പോലെ വെണ്മയും വിശുദ്ധിയുമുള്ളവരായി ദൈവത്തിനു മുമ്പാകെ നിലകൊള്ളണമെന്നാണ് ഇതിൻ്റെ അർത്ഥം. ധാർമ്മികമായി താഴ്ന്ന നിലയിലേക്ക് നമ്മുടെ സമൂഹം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീയരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ പോലും ലൗകികവും ഭൗതികവുമായ കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ട് ജീവിതം നയിച്ച് മുന്നോട്ട് പോവുകയാണ്. അത് നമ്മുടെ സമൂഹത്തിനുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. യാക്കോബ് ശ്ലീഹ പറയുന്നത് ദൈവത്തിന്റെ മുമ്പാകെ നിർമ്മലവും വിശുദ്ധവുമായ ഭക്തി എന്ന് പറയുന്നത് യാക്കോബ് 1:27 അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തു സൂക്ഷിക്കുന്നതും ആകുന്നു എന്ന്. കർത്താവിൽ പ്രിയമുള്ളവരെ, ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തു സൂക്ഷിക്കുന്നവരാകുവാൻ, ഉപ്പിനെ പോലെ വെണ്മയും വിശുദ്ധിയുമുള്ളവരായി ദൈവത്തിന് തങ്ങളെ തന്നെ യാഗമായി അർപ്പിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. അതിന് തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.